ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആകെ മൊത്തം സാമ്പത്തിക പ്രശ്നമാണ് എന്നുള്ള പ്രചരണം കുറേയധികം കാലങ്ങളായി നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വസ്തുത? ഇന്ത്യയിലെ ആകെ കണക്കുകൾ നോക്കിയാൽ കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ നല്ലതാണ്. വരുമാനം ഇന്ത്യയിലെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വേറെ ഏകദേശം ഇരട്ടിയായിട്ടുള്ള സംസ്ഥാനമാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അത് ഇരട്ടിയാവും. അത്രയും നല്ല പെർഫോമൻസാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിനും അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനൊരു സ്വപ്നമൊന്നും പറയുന്നൊന്നുമല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ഞാൻ മന്ത്രിയാവുന്ന വർഷം കേരളത്തിന് കിട്ടിയിരുന്നത് 33,000 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര കിട്ടുന്നറിയോ? 6,000 കോടി. തുറമുഖം ഇപ്പം പണിഞ്ഞാലല്ലേ കപ്പലോടൂ. നല്ല റോഡ് ഇപ്പം പണിഞ്ഞാലല്ലേ റോഡിൽ കൂടെ വണ്ടി പോകാൻ പറ്റൂ. എന്നാലേ കൂടുതൽ വ്യവസായം വരും, കുറച്ച് വികസനം വരും. ന്യൂയോർക്ക് സിറ്റിയിലെ പോലീസാണ്. എങ്ങനെയുണ്ട് കേരളത്തെ പറ്റിയുള്ള അഭിപ്രായം? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളത്തിൽ ന്യൂയോർക്കിനേക്കാളും മെച്ചപ്പെട്ട റോഡാണ്. ഇന്ത്യ ഗവൺമെൻറ് ആകെയുള്ള അവരുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കോടിക്കടുത്താണ്. അതിനകത്ത് 40% കടമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പിണറായിയുടെ പ്രശ്നമോ ഒന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഈ കടക്കണിയിലേക്ക് പോയി എന്നൊക്കെ ഇവർ പറയുമ്പോൾ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമസ്കാരം. കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കടക്കണിയിലാണ് തുടങ്ങിയ പ്രചാരണങ്ങൾ കുറച്ചധികം കാലങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച്, ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം സംസാരിക്കുന്നു. സ്വാഗതം മിനിസ്റ്റർ. കേരളം വലിയ കടക്കണിയിലാണ്, വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആകെ മൊത്തം സാമ്പത്തിക പ്രശ്നമാണ് എന്നുള്ള പ്രചരണം കുറേയധികം കാലങ്ങളായി നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? ഈ പ്രചരണമാണ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. കേരളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തടയും, കടം വലിയ തോതിൽ വരുന്നു, കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 6 മാസമായിട്ട് 1 വർഷമായിട്ട് അത് കുറഞ്ഞു എന്ന് കാണാം. കാരണം ഇന്ത്യയിലെ ആകെ കണക്കുകൾ നോക്കിയാൽ കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ നല്ലതാണ്. കേരളത്തിന് ആകെ കിട്ടേണ്ട പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതും മറ്റുമായിട്ടുള്ളത് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് എപ്പോഴും ബാധിക്കും. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുക? സ്റ്റേറ്റിലെ ആകെ വരുമാനം ഇന്ത്യയിലെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വേറെ ഏകദേശം ഇരട്ടിയായിട്ടുള്ള സംസ്ഥാനമാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അത് ഇരട്ടിയാവും. അത്രയും നല്ല പെർഫോമൻസാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിനും അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങളിലെ ചെലവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ട്രഷറി പൂട്ടും, ശമ്പളം കിട്ടാൻ സാധ്യതയില്ല, പെൻഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും ഈ പ്രശ്നം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളാണ് എന്ന് പറഞ്ഞ പല സ്റ്റേറ്റുകളിലും അവർ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ശമ്പളത്തിൻ്റെ കാര്യത്തിനകത്ത് DAയുടെ കാര്യത്തിനകത്തൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും. ഹിമാചൽ പ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിൽ പ്രശ്നമുണ്ട്, പഞ്ചാബിൽ പ്രശ്നമുണ്ട്, പല സ്റ്റേറ്റുകളിലും. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിലും കേരളമല്ലാതെ ഈ PSC വഴിയുള്ള അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ പോലും വേക്കൻസീസ് കാലിയാണ്. 10.5 ലക്ഷത്തോളം വേക്കൻസിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിലെ അപ്പോയിൻമെൻറ്റ് നടത്താത്തത്. അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ടാണ് കേരളത്തിൽ ഈ കാര്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് അവർ നടത്തുന്നത്. അതിനൊപ്പം കേരളത്തിൽ വലിയ കടമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണമുണ്ട്. കടം എടുത്തു കൊടുക്കുക. കടം എടുക്കണമെങ്കിൽ കേന്ദ്രത്തിനായാലും കേരളത്തിനായാലും ഒരു നിയമമുണ്ട്. അത് FRBM ആക്റ്റാണ്. FRBM ആക്ട് അനുസരിച്ചിട്ട് നമ്മുടെ ആകെ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ GSDPയുടെ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 3% കടമെടുക്കാൻ പറ്റും. ആ 3%-നകത്തല്ലാതെ നമുക്ക് എടുക്കാനേ പറ്റില്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അത്ര പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഫോർബ്സ് മാസിക എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ധനകാര്യ പ്രസിദ്ധീകരണമാണ്. അവരുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ടിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആകെ കടം നോക്കുമ്പോൾ 16ാം സ്ഥാനം മാത്രമേ ഉള്ളൂ കേരളത്തിന്. കാരണം കേരളത്തെക്കാൾ അധികമാണ് ഇന്ത്യയിലെ മേജർ സ്റ്റേറ്റുകളിലെ ഇത്രയും സ്റ്റേറ്റുകൾ എടുത്തിരിക്കുന്ന കടം. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് മൊത്തം കടത്തിൻ്റെ കാര്യത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ട്, കടം എടുക്കുന്ന കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിൻ്റെ കണക്കെടുത്താൽ ഈ കഴിഞ്ഞ 4 വർഷം എടുത്താലാണ് ഏറ്റവും കുറച്ച് കടം വർദ്ധിച്ചിട്ടുള്ളത്. കടത്തിൻ്റെ വർധന കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വലിയ ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ടിപ്പോൾ വാസ്തവത്തിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക 5 മാസക്കാലം ഉണ്ടായിരുന്നു നേരത്തെ. അതുൾപ്പെടെ ഇപ്പം ഈ മാസം ഉൾപ്പെടെ 2 മാസം ഒരുമിച്ച് കൊടുക്കുകയാണ്. അതെല്ലാം കൊടുത്ത് തീർത്തു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന
ടാക്സ്. കേരളം ഇന്ത്യയുടെ GDP-യുടെ 4% ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 3%-അടുത്തുണ്ട്. കേരളം ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെയും കേരളത്തിൻ്റെ ഈ സാധ്യതകളും വെച്ചിട്ട് കേരളത്തിന് കിട്ടേണ്ട പണത്തിൻ്റെ 1/3 പണമേ ടാക്സിൻ്റെയും മറ്റും ഡിവിഷനായിട്ട് കേരളത്തിന് കിട്ടുന്നുള്ളൂ. ഇത് അങ്ങേയറ്റം ഇൻജസ്റ്റിസ് ആണ്. നമുക്കാവശ്യമായ ടാക്സിൻ്റെ വിഹിതം തരുന്നില്ല, ബോറോയിങ് സമ്മതിക്കുന്നില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രശ്നമോ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പ്രശ്നമോ, മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പിണറായിയുടെ പ്രശ്നമോ ഒന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഈ കടക്കണിയിലേക്ക് പോയി എന്നൊക്കെ ഇവർ പറയുമ്പോൾ, അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം ഈ സമയത്ത് കഴിഞ്ഞ 4 വർഷമാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് അതിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഈ കടത്തിൽ തന്നെ നിന്നാൽ കേന്ദ്രത്തിന്റെ കടം GDP-യുടെ 56%, കേരളത്തിന്റെ ആഭ്യന്തര കടം എന്ന് പറയുന്നത് GDP-യുടെ 35%. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വ്യത്യാസമുണ്ട്. കേന്ദ്രത്തിന്റെ 58% ഉണ്ടായിരുന്നു, 59 അല്പം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെത് 35 ഇപ്പൊ അത് 33.8, 34 താഴെ. പക്ഷെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നിരിക്കെ തന്നെ ഈ കുബേരന് മുന്നിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് മന്ത്രി തന്നെയാണ് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. പക്ഷെ അതിനുശേഷവും ഇങ്ങനെ ഒരു വസ്തുത, കേന്ദ്രത്തിന്റെ GDP-യും കടവും വെച്ച് നോക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെത് വെച്ച് നോക്കുമ്പോഴും ഒക്കെ തന്നെയുള്ള വലിയ അന്തരമൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ കണക്കുകളായി നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, വീണ്ടും സംസ്ഥാനം കടമെടുക്കുന്നു, ഈ കുബേരന് മുന്നിൽ സംസ്ഥാനം നിൽക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണത്തെ സംസ്ഥാന ധനകാര്യ വകുപ്പ് എങ്ങനെയാണ് കാണുന്നത്? കേന്ദ്രത്തിന്റെ മുന്നിൽ കടമെടുക്കുന്നു എന്നുള്ളതല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് നമ്മുടെ എല്ലാ നടപടിക്രമവും. കേരളത്തിന് തിരിച്ചു കൊടുക്കാൻ പാങ്ങുള്ളത് ആരും കടം തരൂ. നിങ്ങൾ കടമെടുക്കാൻ പോയാലും ഞാൻ കടമെടുക്കാൻ പോയാലും നമുക്ക് നമ്മുടെ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ 3% ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ, വീട് പണിയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ശമ്പളത്തിൻ്റെ, അല്ലെ നിങ്ങൾ അപർണയാണ് എടുക്കുന്നത്, നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കടമാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട കടമല്ലാതെ 1 രൂപ തരത്തില്ല. അത് കടമെടുക്കാൻ പോകുന്നത് എന്ത് ഔദാര്യമാണോ? 2.5 ഇന്ത്യ ഗവൺമെൻറ് ആകെയുള്ള അവരുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കോടിക്കടുത്താണ്. അതിനകത്ത് 40% കടമാണ്. 40% ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ ആകെ ഈ വർഷത്തെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 40%-ഉം കടമെടുത്തേക്കുന്നൊരു സെൻട്രൽ ഗവൺമെൻറ്റാണത്. അതുകൊണ്ടാണ് അവർക്ക് കേരളം അല്ലെങ്കിൽ പൊതുവെ സ്റ്റേറ്റുകൾ അവരുടെ GSDP-യുടെ 3% എടുക്കണമെന്ന് പറയുമ്പം ഇന്ത്യ ഗവൺമെൻറ് ഇപ്രാവശ്യം എടുത്തേക്കുന്നത് 4.9% ആണ്. അവരാണ് പറയുന്നത്, അവരല്ല, അവരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയാണ്, അതുപോലെ UDF പറയാണ് കേരളം കടം കയറി വരുന്നത്. കടമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട കടമല്ലാതെ വേറെ കടമൊന്നുമില്ല. ഈ ഓരോ വ്യക്തിയും അവരുടെ കാര്യത്തിന് എടുക്കാവുന്ന കടത്തിനൊരു നിയമം ഉണ്ടെന്ന് പറയുന്ന പോലെ സംസ്ഥാനം ഈ കഴിഞ്ഞ വർഷം നമ്മൾ 1,75,000 കോടി രൂപ ചെലവാക്കിയ സംസ്ഥാനമാണ്. അടുത്ത വർഷം നമ്മുടെ ബഡ്ജറ്റ് 2 ലക്ഷത്തി ചില്ലാനും കോടിയാണ്. നമ്മുടെ വരുമാനം, ഞാൻ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ വരുന്ന വർഷം 47,000 ആയിരുന്നു ടാക്സിൻ്റെ വരുമാനം, നോൺ ടാക്സ് വരുമാനം 7,000, അങ്ങനെ 54,000 കോടിയായിരുന്നു വരുമാനം. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് 95,000 കോടിയായി വർദ്ധിച്ചു, 54,000 കോടി. അടുത്ത വർഷം അത് 1,05,000 കോടിക്ക് മേളിലായിരിക്കും. ഇതെല്ലാം കൃത്യമായി കണക്ക് വെച്ചാൽ പറഞ്ഞത്. അങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സ്ഥലത്ത് നമുക്ക് കിട്ടേണ്ട നികുതിയിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യ ഗവൺമെൻറ് താഴോട്ട് കൊടുക്കുന്ന നികുതി വിഹിതത്തിൻ്റെ 3.8% നമുക്ക് കിട്ടിയിരുന്നു. 100 രൂപ കൊടുക്കുമ്പോൾ 3.82 പൈസ കിട്ടിയിരുന്നു. പക്ഷേ 15-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പം 100 രൂപ താഴോട്ട് കൊടുക്കുമ്പം 1.90 പൈസ നമുക്ക് തരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നേരെ പകുതിയായി. അതുപോലെ മറ്റാനുകൂല്യങ്ങൾ തരുന്ന വെട്ടിക്കുറച്ചു. ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ ക്ഷീണം നമുക്ക് വരുന്നുണ്ട്. പക്ഷേ തനതായിട്ട് പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും നന്നായി നിൽക്കുന്നു കേരളത്തിൻ്റെ റാങ്കിങ്. ഞാൻ പറഞ്ഞല്ലോ, ഫോറസ്റ്റ് മാസിക പോലുള്ള സ്ഥാപനങ്ങൾ പോലും നമുക്ക് അനുകൂലമായിട്ട്. അതാണ് ചോദിക്കാൻ വന്നത്. ഈ കേന്ദ്രം സംസ്ഥാനത്തിന് തരുന്ന ഗ്രാന്റ് എയ്ഡ് 5 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 72% കുറവുണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം കേരളം ഇവിടെ നികുതി വരുമാനത്തിൽ 72% വർധനവുണ്ടാക്കുന്നു, നികുതിയിതര വരുമാനത്തിൽ 144% വർധനവുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് കേന്ദ്രം ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നതിനിടയിൽ കേരളം വികസന കുതിപ്പ് നടത്താൻ മാത്രമുള്ള ഫണ്ട് ശേഖരിക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം മുന്നോട്ട് വയ്ക്കാനുള്ള ധൈര്യം എന്താണ് സംസ്ഥാനത്ത്? ഈ നമ്മളെല്ലാ കാര്യവും ചെയ്യുന്നത് ജസ്റ്റായി നടക്കുന്ന ഒരു സാമ്പത്തിക പ്രക്രിയയും ഭരണ സംവിധാനവും പ്രതീക്ഷിച്ചാണ്. ഇന്ത്യ ഗവൺമെൻറ്റിലെ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അർഹമായത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ് കണക്ക് പറയുന്നത്. ആ പ്രതീക്ഷ വെച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ 50,000 കോടി രൂപയെങ്കിലും ഒരു വർഷം അധികം കിട്ടും. 50,000 കോടി എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടി. ഇതൊരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനൊരു സ്വപ്നമൊന്നും പറയുന്നൊന്നുമല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ഞാൻ മന്ത്രിയാവുന്ന വർഷം കേരളത്തിന് കിട്ടിയിരുന്നത് 33,000 കോടി രൂപയാണ് ഗ്രാൻഡ്
റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, GST കോമ്പൻസേഷൻ, മറ്റ് ഗ്രാൻറ്റുകൾ 33,000 കോടി. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര കിട്ടുന്നറിയോ? 6,000 കോടി. 27,000 കോടി 4 വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കുറഞ്ഞു. ഇത് ആർബിട്രറിയാണ്, ഏകപക്ഷീയമാണെന്നുള്ളതിന് സംശയമില്ലല്ലോ. ഇല്ല. ബോറോ ചെയ്യാനുള്ള അവകാശം കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലെ നമുക്കിപ്പോൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല. നികുതി വരുമാനം തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ സമയത്ത് 2.5% ഓഫ് ദി ടോട്ടൽ നമുക്ക് പിന്നെ ഇന്ത്യയിലെ ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുമായിരുന്നു. നേരത്തെ അത് 3.8 ആയിരുന്നു. ഇപ്രാവശ്യം 1.9 ആയി. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം ഒരു വർഷം ഏകദേശം 9,000-10,000 കോടി ടാക്സ് അവർ തരുന്നതിൽ കുറവാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ തരത്തിലൊക്കെ വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഈ വെട്ടിക്കുറവ് നമ്മളെ ബാധിക്കും. അപ്പോഴാണ് നമ്മൾ നേരത്തെ കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കിയത്. നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ലോൺ എടുത്തിട്ട് റീപേയ്മെൻറ്റ് പതുക്കെ പതുക്കെ കൊടുക്കാം. നമ്മളെല്ലാം വീടൊക്കെ വെക്കാൻ എടുക്കുന്ന ഹൈപ്പോത്തിക്കേഷൻ്റെ അതേ തിയറി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 50,000 കോടി ഇപ്പോൾ ചിലവാക്കുകയാണെങ്കിൽ അടുത്ത 15 വർഷം കൊണ്ടാകുമ്പോൾ ചെറിയ ബാധ്യത വരും. ഇത് വന്നാലേ റോഡ് നന്നാവൂ, ഇത് വന്നാലേ തുറമുഖം നന്നാവൂ. അല്ല, തുറമുഖം 15 വർഷം കൊണ്ട് പണിഞ്ഞാൽ കപ്പൽ 25 വർഷം കഴിഞ്ഞല്ലേ വരൂ. തുറമുഖം ഇപ്പം പണിഞ്ഞാലല്ലേ കപ്പലോടൂ. നല്ല റോഡ് ഇപ്പം പണിഞ്ഞാലല്ലേ റോഡിൽ കൂടെ വണ്ടി പോകാൻ പറ്റൂ. എന്നാലേ കൂടുതൽ വ്യവസായവും വരും, കുറച്ച് വികസനം വരും. ഈ തിയറിയിലാണ് നമ്മൾ കിഫ്ബി വന്നത്. അതിനെ അവർ തടസ്സപ്പെടുത്തി അതെടുത്ത കടവും കൂടി വെട്ടിക്കുറയ്ക്കുകയാണ്. അതായത് കിഫ്ബിയുടെ പേരിൽ നേരത്തെ എടുത്തതിൻ്റെ പേരിൽ ഈ വർഷം ഒരു വർഷം അധികമായി സംസ്ഥാന ഗവൺമെൻറ് വരുന്ന ബാധ്യത 12,000 കോടിയാണ്. അറിയോ? നേരത്തെ ഈ സമ്പ്രദായം വരുന്നതിന് മുമ്പ് അതില്ല. ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്രത്തോളം പ്രഷറായിരിക്കും നമ്മൾ അനുഭവിച്ചത്. അതിൻ്റെ കൂടെ ഇല്ലാത്ത കഥകൾ പറയാം. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ധൈര്യമാണ്, ജനങ്ങളുടെ ധൈര്യമാണ് നമുക്കുള്ളത്. മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ നല്ലതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് മറ്റു ചിലത് മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിൻ്റെ അളവ് വാസ്തവത്തിൽ കുറഞ്ഞു വരികയും വിശ്വാസ്യത കുറയുകയും ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രമുഖമായ പത്രങ്ങളും ഏറ്റവും പ്രമുഖമായ TV ചാനലുകളും അവർ തന്നെ അവരെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഒന്നാമതെ വായനയുടെ സ്വഭാവം മാറി. സോഷ്യൽ മീഡിയയിൽ വരുമ്പം ശരിയും തെറ്റും തെറ്റായ തരത്തിലും പ്രചരിപ്പിക്കപ്പെടും. അപ്പോൾ റിലയബിൾ അല്ല, ക്രെഡിബിൾ അല്ല എന്നുള്ളത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അത് അവരും കൂടി ചിന്തിക്കേണ്ടതാണ്. നാട്ടുകാർ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ജോലി ചെയ്യുന്നൊരു അവിടുത്തെ പോലീസിൽ ജോലി ചെയ്യുന്നൊരു മലയാളി ചെറുപ്പക്കാരൻ, എൻ്റെ മണ്ഡലമാണ് കൊട്ടാരക്കര. ഞാൻ അവൻ്റെ കല്യാണത്തിന് പോയി. കല്യാണത്തിൻ്റെ തലേദിവസം വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അവനവിടെ സിറ്റിസൺ ആണെങ്കിലും അവൻ്റെ അച്ഛനും അമ്മയും ഇവരെല്ലാം സ്ഥിരമായി വന്നു പോകുന്നു. അവരുടെ വീടും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എങ്ങനെയാണ്? ന്യൂയോർക്ക് സിറ്റിയിലെ പോലീസാണ്. എങ്ങനെയുണ്ട് കേരളത്തെ പറ്റിയുള്ള അഭിപ്രായം? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, സാറേ കേരളത്തിൽ ന്യൂയോർക്കിനേക്കാളും മെച്ചപ്പെട്ട റോഡാണ്. ഇത് ഞാൻ അതിശോക്തി പറഞ്ഞല്ല, എൻ്റെ അടുത്ത് നേരിട്ടുള്ള അനുഭവമാണ്. അവനുൾപ്പെടെ ചിലപ്പോൾ ഇത്തരം ഈ ചാനൽ കാണുമല്ലോ. അതിനകത്ത് പ്രത്യേകത പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി മാത്രമല്ല, സബർബൻസും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഒരു സ്ഥലത്തും ഇത്രയും നല്ല റോഡ് കേരളത്തിലുള്ള പോലെ നല്ല റോഡുകളില്ല. കേരളത്തിലെ ജനങ്ങളുടെ പൊതു നിലവാരം, കാരണം ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നവരും ലണ്ടനിൽ ജോലി ചെയ്യുന്നവരും ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ കാണും. ഞാൻ പറഞ്ഞാൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ നാട് മാറിയെന്ന് അവരാണ് അസസ് ചെയ്യുന്നത്. അവരസസ് ചെയ്യാണ്. എന്ത് നിങ്ങൾ ചാനലിൽ കൂടെ പറഞ്ഞാലും, എന്ത് നിങ്ങൾ പത്രത്തിൽ കൂടെ പറഞ്ഞാലും മനുഷ്യരിത് കാണുന്നുണ്ട്. ഈ വീടുകളിൽ 18 മാസക്കാലം പെൻഷൻ കിട്ടാതിരുന്ന ആളുകൾ, ക്ഷേമ പെൻഷനാണ് 62 ലക്ഷം പേർക്കാ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് മൊത്തം കിട്ടുന്നുണ്ട്. 5 മാസക്കാലം ഇടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും പണം കട്ട് ചെയ്തപ്പോഴാണ് കൊടുക്കാൻ പറ്റാഞ്ഞൊരു പ്രശ്നം വന്നു. ഞങ്ങൾ തുറന്നു പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ അത് കൊടുത്തു തീർക്കുന്നു. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുടെ പറയാ ഇവർ മോശമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അത് ജനങ്ങളുടെ അനുഭവമാണ്, അനുഭവസാക്ഷ്യമാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ കേരളം എങ്ങനെയാണ് വികസിക്കാൻ പോകുന്നത്? കേരളത്തിൻ്റെ ഒരു 500 വർഷക്കാലത്തേക്കോ 1000 വർഷക്കാലത്തേക്കുള്ള ഭാവിയിലെ ഏറ്റവും വലിയ അടിത്തറയാണ് വിഴിഞ്ഞം എന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. കാരണം ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങൾ നോക്കിയോ നിങ്ങളിപ്പം, പഴയ നമ്മുടെ പുസ്തകങ്ങളിലെ ഇപ്പം ചൈനീസ് അല്ലെങ്കിൽ വെനീസ് അല്ലെങ്കിൽ യൂറോപ്പിലെ ഇപ്പം ലേറ്റർ ഒരു 300 വർഷത്തിൻ്റെയൊക്കെ ചരിത്രമുള്ള അമേരിക്കയുടെയൊക്കെ, പക്ഷേ ഇംഗ്ലണ്ടിലെയൊക്കെ പഴയ തുറമുഖങ്ങൾ. അപ്പോൾ ലോക വ്യാപാരത്തിന് എപ്പോഴും തുറമുഖവും കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ പഴയ നഗരങ്ങൾ അങ്ങനെ ബുസരിസ്, കൊടുങ്ങല്ലൂർ, അന്ന് ഈ പെരിയാറ് കവിഞ്ഞൊഴുകി അവിടെ നഗരത്തിന് മുമ്പ് അതായിരുന്നു കേന്ദ്രം. കൊച്ചി ഡെവലപ്പ് ചെയ്തു, ബോംബെ, ചെന്നൈ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനം തുറമുഖമാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു 70%-ലധികവും 70-80% കപ്പൽ വഴിയാണ് വരുന്നത്. ആ കപ്പൽ വഴി വരുന്ന തുറമുഖത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല വേണ്ടത്ര.
കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോൾ ഒരു കപ്പൽ അപകടം ഉണ്ടായതിനെ പറ്റി ഒരു വാർത്ത കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് കപ്പലുകൾ ആകെ പോകുന്നതിൻ്റെ ഒരു ചിത്രം കാണിച്ചിരുന്നു. വിമാനം ആകെ പോകുന്ന ഒരു റഡാർ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വിമാനങ്ങൾ പോകുന്ന അറിയാൻ പറ്റുന്ന ഒരു റഡാർ ഉണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ കപ്പലുകളുടെ റൂട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ഫിഷിംഗ് ബോട്ട് പോലെ നിരന്ന് കപ്പൽ പോവാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തിനപ്പുറത്തുള്ള റൂട്ടിൽ. 100 കണക്കിന് കപ്പൽ കിടക്കാണ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ലോകത്തെ ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡിൽ അടക്കം വന്നൊരു കപ്പൽ വിഴിഞ്ഞത്തി ഈ ആഴ്ച വരുന്നു. അന്നത്തെ ദിവസം ആ കപ്പൽ വരുന്ന ദിവസം ഈ കപ്പൽ ഉൾപ്പെടെ 11 കപ്പലാണ് വിഴിഞ്ഞത്തടുക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, 11 കപ്പൽ അടുത്ത് ഇത്രയും കണ്ടെയ്നറുകൾ ഓട്ടോമാറ്റിക്കായി 24 മണിക്കൂറിനകത്ത് ഇറക്കി ലോഡ് ചെയ്ത് പോകുന്ന അത്ര സംവിധാനം വന്നു. ഇത് ഇന്ത്യയുടെ ഭൂപടത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുന്ന, ബോംബെയിൽ നിന്ന് പോകുന്ന, ഗുജറാത്തിൽ നിന്ന് പോകുന്നൊരു കപ്പൽ സിംഗപ്പൂരിൽ പോയിട്ടോ ദുബായിൽ പോയിട്ടോ വേറെ ആംസ്റ്റർഡാമിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ടോ അതിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കി കയറ്റി വേറൊരു കപ്പലിൽ അയക്കുന്നത്. ഇത് മുഴുവൻ വിഴിഞ്ഞത്തും നേരിട്ട് അയക്കാം. അതായത് അന്താരാഷ്ട്ര വ്യവസായ ഭൂപടത്തിലേക്ക് വരും. എന്താ പറഞ്ഞാൽ പൂനെയിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഉള്ള ആളുകളുടെ സാധനങ്ങൾ നേരെ കൊണ്ടുവന്ന് ഇവിടുന്ന് കണ്ടെയ്നറിൽ കയറ്റാം. കയറ്റി കഴിഞ്ഞാൽ നേരെ പോകും. അത് വലിയൊരു സാധ്യത. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയുടെ അടുത്ത കാര്യം എന്താ, പൂനെയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കയറ്റുന്നതിന് പകരം കൊല്ലത്തോ പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ എറണാകുളത്തോ പാലക്കാട്ടോ നിർമ്മിച്ചാൽ അവിടുന്ന് ലോറിയെ കൊണ്ടുവന്ന് കയറ്റിക്കൂടെ? ഒരു 2 ട്രിപ്പ് കയറ്റണോ? അപ്പം നമ്മൾ വിചാരിക്കാത്തത്ര വലിയ ഒരു ഡെവലപ്മെൻറ്റ് വരും. ഇപ്പം ആപ്പിൾ ഫോൺ അസംബിൾ ചെയ്യുന്നുണ്ട്, ഫോക്സ്കോണാണ് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നത്. ചെന്നൈയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെയാണ്. അവിടുന്ന് കൊണ്ടുവരുന്നതിന് പകരം നല്ല ഫെസിലിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിസിനിറ്റിയിൽ എവിടെയും അതുപോലുള്ള യൂണിറ്റുകൾ വരില്ലേ? അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കാര്യത്തിൽ, പുതിയ തൊഴിലിൻ്റെ അവസരത്തിൻ്റെ കാര്യത്തിൽ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ ധാരാളം സാധ്യതയാണ്. വിഴിഞ്ഞം കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ഹിസ്റ്ററി എല്ലാം മാറ്റിമറിക്കും. തീർച്ചയായും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി വിദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, മറ്റ് കോണ്ടിനെൻസിലേക്കൊക്കെ തന്നെയും ചേക്കേറുന്ന കുട്ടികൾ, പുതിയ തലമുറ വലിയ രീതിയിൽ, അതായത് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കൂടുതലായി ആഗ്രഹിക്കുകയും തൊഴിലന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒരു ഘട്ടത്തിൽ, ഒരു സമയത്ത് അവർ വീണ്ടും ഹോംലാൻഡിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാലോ, ഈ വിദേശത്തുള്ളവർക്കൊക്കെ തന്നെ ഈ വോട്ടവകാശത്തിലേക്കൊക്കെ തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവരെ ഇവിടുത്തെ പൗരന്മാരായി തന്നെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടേക്ക് വലിയ രീതിയിൽ നികുതി എത്തിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് അവർ, അപ്പോൾ പണം എത്തിക്കുന്ന വിഭാഗം കൂടിയാണ് അവർ. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി പരിഗണിക്കാൻ കഴിയുക? നമ്മൾ ഇടക്കാലത്ത് കേട്ടിരുന്ന വലിയ വിമർശനമോ പരാതിയോ വിഷമമൊക്കെയാണ് കേരളത്തിലെ ആളുകളെല്ലാം പുറത്തേക്ക് പോവാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെറുപ്പക്കാരുടെ കുറവുണ്ട്. അത് പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു വർഷം 6 ലക്ഷം പേരായിരുന്നു സ്കൂളിൽ ചേരുന്നത്. കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 2,98,000 പേരെ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ ചേർന്നുള്ളൂ. കാരണം പോപ്പുലേഷൻ നേരെ പകുതിയായി. ഇത് കേരളത്തിയരുടെ എന്താണ് പ്രത്യേക കുഴപ്പം കൊണ്ടല്ല. ലോകത്തെവിടെയും എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുന്ന സ്ഥലത്ത് ജനസംഖ്യ കുറയും. അപ്പോൾ ഇതൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഈ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ധാരാളം ആളുകൾ ജോലിക്കൊക്കെ അവിടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മലയാളിക്ക് 100 വർഷം മുമ്പോ 150 വർഷം മുമ്പോ ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. ലോകത്തൊക്കെ കറങ്ങുന്ന ഇഷ്ടമാണ്. ഇപ്പോഴും പോകും. നമുക്ക് ഇപ്പോൾ ആളുകൾ ടൂർ എത്രയാണ് പോകുന്നത്? വലിയ തോതിൽ കേരളത്തിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ടൂറുണ്ട്. അപ്പോൾ ലോകമൊക്കെ കണ്ടാലും ഇവിടുത്തെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് പോകുന്ന ആളുകൾ തിരിച്ചു വരും എന്നുള്ളത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ലോകത്തെ ഏറ്റവും നല്ല ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന പശ്ചാത്തലമുള്ള ഒരു സ്ഥലമായിട്ട് കേരളം മാറും. പശ്ചാത്തല സൗകര്യ വികസനമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് സയൻസ്, ടെക്നോളജി, ഡെവലപ്മെൻറ്റ്, റിസർച്ചൊക്കെയാണ്. നിങ്ങൾ നോക്കിയോ, സയൻസ് പാർക്കുകൾ, യൂണിവേഴ്സിറ്റി, വലിയ സെൻറ്ററുകൾ, റിസർച്ച് സെൻറ്റർ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ്, നോളജ് എക്സ്പ്ലോഷനാണ്. അപ്പോൾ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ വലിയ ഇൻ്റർനാഷണൽ കമ്പനികളുടെയൊക്കെ പല പ്രധാന പ്രവർത്തനങ്ങൾ നടത്താവുന്ന കമ്പനികൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ലോകത്തു നിന്ന് തന്നെ, ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നും ലോകത്തു നിന്ന് തന്നെ ആളുകൾ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാകും. കാരണം നമ്മുടെ പശ്ചാത്തലമൊന്നും ഞാൻ അധികം പറയുന്നില്ല. ലോകത്ത് എല്ലായിടത്തേക്കും മലയാളി നേരത്തെ പോയിരുന്നു. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ വിവരവും മര്യാദയ്ക്ക് ജോലിയും ചെയ്യും, ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യുമെന്നാണ് നമ്മളെ പറ്റി മറ്റുള്ളവർ പറയുന്നത്. നമുക്ക് പോരായ്മയുണ്ട്, അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് നേരത്തെ ഇവിടെ സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ലോകോത്തരമായ കമ്പനികൾ വരുന്നു. നല്ല റോഡ്, നല്ല തുറമുഖം, നല്ല പോർട്ട്, എല്ലാ സ്ഥലത്തും നല്ല കണക്ടിവിറ്റി. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ ITS മാത്രമല്ല, മറ്റുള്ള നോളജ് ബേസ്ഡ് പൊല്യൂട്ടിങ് അല്ലാത്ത ഇൻഡസ്ട്രീസ് കേരളത്തിന് നല്ലതാണ്. പിന്നെ നല്ല വെള്ളമുണ്ട്,
ഈ വലിയ ഹീറ്ററും അതുപോലെ AC ഇല്ലാതെ ഈ വൻ നഗരങ്ങളിൽ പലയിടത്തും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ തണുപ്പ് കാലത്ത് പോയാൽ ഐസ് കട്ടർ വേണം റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ. മോശപ്പെടുത്തി പറയാമല്ലോ, പക്ഷേ ടെക്നോളജി കൊണ്ടേ അവിടെ നിൽക്കാൻ പറ്റൂ. ഗൾഫിലാണെങ്കിൽ ഭയങ്കര ചൂടത്ത് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് താരതമ്യേന ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ആളുകൾക്ക് ജീവിക്കാം. അതുകൊണ്ടാണല്ലോ ഇത്രയും പോപ്പുലേഷൻ നമ്മുടെ ഈ മേഖലയിലുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് വിശ്വാസികൾക്ക് വിശ്വസിക്കാം, ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, സമാധാനം, സ്വസ്ഥത, നല്ല വെള്ളം, നല്ല കാറ്റ് ഒക്കെയുള്ള സ്ഥലം എന്ന നിലയിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ വരുമ്പം കേരളത്തിൽ ആളുകൾ വരുമെന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ മൈഗ്രേഷൻ ഇവിടേക്ക് വരും. ഇവിടെ അതുകൊണ്ട് ഇതൊരു ഒരു നോളജ് ഹബ്ബ്, പ്രൊഡക്ഷൻ ഹബ്ബ് എല്ലാം ആയി മാറും. അതായത് ഇപ്പോൾ നമ്മൾ വരും തലമുറ അല്ലെങ്കിൽ വരും കാലം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ തൊഴിലിൻ്റെ ഒക്കെ തന്നെയും സ്വഭാവം മാറിക്കഴിഞ്ഞു. നമ്മൾ പറയില്ലേ, കമ്പ്യൂട്ടർ വന്നു, പിന്നീട് അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി, റോബോട്ട്സ് ആയി. ഇപ്പോൾ പലയിടങ്ങളിലും പല കമ്പനികളുടെയും ഇന്റർവ്യൂ നടത്തുന്ന പത്രപ്രവർത്തകർ റോബോട്ട്. അതെ, വെർച്വൽ അസിസ്റ്റൻസ്. അതായത് പറയുന്ന പോലെ ഈ പണ്ട് നമ്മളിപ്പോൾ പല സ്ഥാപനങ്ങളിലും വിളിച്ചാൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് പകരം ഇപ്പോൾ വെർച്വൽ അസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയ സാധ്യതകൾ ഉണ്ടാകുന്നു. നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ അല്ലെങ്കിൽ അതിന്റെ തൊഴിലവസരങ്ങളെ ഒക്കെ തന്നെയും ഏത് തരത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ അതിന്റെ തൊഴിൽ സാധ്യതകൾ വളരെ വലുതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ലോകം നേരിടാൻ പോകുന്ന ചില പ്രതിസന്ധികളിലൊന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ ആസ്പെക്റ്റിനെ കുറയ്ക്കുന്നതാണ്. അതൊരു പ്രതിസന്ധി താൽക്കാലികമായിരിക്കും ഞാൻ കരുതുന്നു. കാരണം പട്ടാളത്തിൽ എന്തുകൊണ്ടാണ് അഗ്നിവീറിനെ എടുക്കുന്നത്? ഈ ഏറ്റവും കൂടുതൽ പണ്ട് പോയി പട്ടാളത്തിൽ ചേരണമെന്നല്ലേ പറയുന്നത്, പണ്ട് ജോലിക്ക്. പട്ടാളത്തിൽ പോയി ആളെ എടുക്കണ്ട, കാരണം അവിടെ ഈ പുതിയ സംവിധാനങ്ങൾ വരികയാണ്. എവിടെയാണ് ആളിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലെ മൊബൈലിൻ്റെ സിഗ്നൽ കിട്ടിയാൽ മതി, നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങളിരിക്കുന്ന കസേരയെ വന്ന് മിസൈൽ അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ സാധനം വന്ന് അടിക്കാൻ പറ്റും. അപ്പോൾ ടെക്നോളജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ബാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ജോലി വരും. അപ്പം ജനസംഖ്യ കുറഞ്ഞാൽ അവരുടെ ജോലിക്ക് പകരമൊക്കെ ചെയ്യാനുള്ള സംവിധാനം വരും. പക്ഷേ ഹ്യൂമൻ ആസ്പെക്റ്റ് ഇല്ലാതെ ഒരു സമൂഹം നിൽക്കില്ല. എനിക്ക് പർച്ചേസിങ് പവർ ഇല്ലെങ്കിലേ ഈ ടെക്നോളജി കൊണ്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവർ ഉണ്ടാക്കി വെക്കുന്ന സാധനം മേടിക്കാൻ പൈസ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സൽ ഇൻകം സ്കീം പോലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വശമാണ്. പക്ഷേ ഈ ടെക്നോളജി വരുമ്പോഴും എന്ത് വന്നാലും അതിന് പരിഹരിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, മനുഷ്യൻ്റെ ഈ തനതായ ഒരു മാൻ ടു മാൻ. ഇപ്പം ഒരു അവതാരക അവതരിപ്പിക്കുന്ന പോലെ, ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദ്യം ചോദിക്കുന്ന പോലെ അല്ല വേറെ ആൾ ചോദിക്കും. ഇതൊക്കെ ഒരു ഹ്യൂമൻ സൈഡാണ്. ഒരു ക്യാമറാമാൻ്റെ അതേ രീതി ആയിരിക്കത്തില്ല വേറൊരു ക്യാമറമാൻ്റെ. ഒരു ബൗളർ ബോൾ ചെയ്യുന്നതിന് കൂട്ടല്ല അടുത്ത. ഈ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരില്ല. ഇംപ്രവൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അത്തരം മേഖലകളിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഈ ഹ്യൂമൻ സൈഡ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രഗത്ഭനായ ഒരു അക്കാഡമിഷ്യൻ പറഞ്ഞു, പണ്ടൊക്കെ ഓൺലൈൻ ട്യൂഷൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ വലിയ ബോർഡ് വെച്ചിരിക്കുന്നു, ഓഫ്ലൈൻ ട്യൂഷൻ അവൈലബിൾ ഹിയർ. കാരണം ഓഫ്ലൈൻ ട്യൂഷൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിച്ചാൽ കിട്ടുന്ന അത്ര ഗുണം ഓൺലൈനിൽ കിട്ടില്ല. അപ്പോൾ ഇത് എപ്പോഴും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന പോലെ സിസ്റ്റത്തിനകത്തൊക്കെ ഈ കാര്യങ്ങൾ കാണും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സിസ്റ്റത്തിനെ നമുക്ക് പരമാവധി ഉപയോഗിക്കണം, കാര്യങ്ങൾ വേണം. പക്ഷേ അതിൻ്റെ ഒരു ഹ്യൂമൻ സൈഡും ഉണ്ടായിട്ടേ ലോകം നിൽക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ആശങ്ക വലുതായിട്ട് വരേണ്ട കാര്യമില്ല. പക്ഷെ കുറച്ചു കാലത്തേക്ക് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ യുവതലമുറയ്ക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ സംസ്ഥാനത്തിന് നൽകാനുള്ളത്? കേരളത്തിൻ്റെ വികസനം എവിടെ ചെന്ന് നിൽക്കും? കേരളം ലോകത്തെ ഏറ്റവും ആധുനികമായ വികസനമുള്ള നാടുകൾക്കൊപ്പം തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് ഈ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോകുന്ന ആളുകൾ പറയും. ഇപ്പം വൻ നഗരങ്ങളുണ്ട്. ഇപ്പം പെർ ക്യാപിറ്റ ഇൻകം പോലും കേരളത്തെക്കാളും വലുതായിട്ട് മഹാരാഷ്ട്രയിൽ വലിയ ഇൻകമാണ്, കർണാടകത്തിൽ നല്ല ഇൻകം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഇൻകത്തിൻ്റെ 90% കുറച്ച് ആളുകളിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ കുറച്ചുകൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഏത് റിമോട്ട് സ്ഥലത്ത് വില്ലേജിൽ പോയാലും നിങ്ങൾക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കിട്ടുന്ന സാധനം വാങ്ങാൻ കിട്ടും. ഇല്ലേ? ഞാൻ പറഞ്ഞത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെവലപ്മെൻറ്റിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്വഭാവമുണ്ട്. ആളുകൾക്ക് ഒരു ഇക്വിറ്റബിൾ അല്ലെങ്കിലും എന്ന് വെച്ചാൽ ഏകദേശം ഇക്വിറ്റബിൾ ആയിട്ടുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു ഗുണം എപ്പോഴും പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് അടുത്ത നമ്മുടെ പുതിയ മുന്നോട്ട് പോകുന്ന ജനറേഷനും ഈ ഒരു ഹ്യൂമൻ സൈഡുള്ള ഡെവലപ്മെൻറ്റ്, ഒരു ഹൃദയമുള്ള ഡെവലപ്മെൻറ്റാണ് കേരളത്തിൻ്റെ പ്രത്യേകത. എല്ലാ ടെക്നോളജിയും എല്ലാ ഡെവലപ്മെൻറ്റും കൂടെ ഉണ്ടാവും, പക്ഷേ അതിന് മനുഷ്യത്വത്തിൻ്റെ അംശം കൂടെ ഉള്ളതായിരിക്കും. ആ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തെ എപ്പോഴും മുന്നേ നിർത്തും. ഇത് തന്നെ നമുക്ക് ആ ജനാധിപത്യ സ്വഭാവം. അത് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയോ ഇപ്പോഴത്തെ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഭാഗമാണല്ലോ അന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിലെ ഈ പുരോഗമന സ്വഭാവം ഉണ്ടായത്
നവോത്ഥാനം ഉണ്ടായത് അതിനു മുമ്പേ ഉള്ള കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം കൊണ്ടാണ്. നമുക്ക് പ്രശസ്തമായിട്ടുള്ള പല ക്ഷേത്രങ്ങൾ നോക്കൂ, ബുദ്ധ പാരമ്പര്യവും അതിനു മുമ്പുള്ള പാരമ്പര്യമുണ്ട്. അവിടെ ഇന്ന വിഗ്രഹമല്ല, പ്രാർത്ഥനയില്ല, ഇങ്ങനെ. അതുപോലെ രാജാക്കന്മാർ, രാജഭരണം, പണ്ട് എലക്ട് ചെയ്യപ്പെടുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. പെരുമാക്കന്മാർ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ കിരീടവും മറ്റൊന്നും വലിയ വേലയൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു വേറൊരു തരത്തിലേക്കുള്ള സംവിധാനമില്ല. അപ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് കേരളം ബേസിക്കലി തന്നെ, പണ്ട് തൊട്ടേ എടുത്താൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ പിന്നെ പേട്രിയോട്ടിസം നല്ലപോലുള്ളതാണ്. ഇപ്പം നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, പഴശ്ശിരാജയെ പോലുള്ള ആളുകൾ, അതിനു മുമ്പ് വേലുത്തമ്പി ദളവ, ഇതൊക്കെ അന്ന് ഇതിനെല്ലാം കീഴടങ്ങുന്നല്ല. നമ്മുടെ ഒരു പ്രദേശം എന്ന നിലയിൽ നമുക്ക് ഒത്തിരി പ്രാധാന്യവും പ്രത്യേകതകളുള്ളൊരു നാടാണ് കേരളം. കേരളത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, നമ്മുടെ ജീനുകളിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്. നമുക്ക് പോരായ്മകളും ഉണ്ടാവും, ഇല്ലയെന്നല്ല, പോരായ്മകളുണ്ട്. പക്ഷേ നേട്ടങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളം ഒരു സൊസൈറ്റി എന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതകളോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഭാവി തലമുറയ്ക്ക് അതിന് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ തലമുറയുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഗവൺമെന്റ് എന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കും ഗവൺമെന്റ് പ്രധാനമായിട്ട് ശ്രമിക്കുക. അന്തർദേശീയ തലത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ചും ലോകം മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന സമയത്ത് കേരളം നടത്തുന്ന ആക്ടിവിറ്റീസ് അന്തർദേശീയ തലത്തിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനി വരും നാളുകളിൽ അതിന് കൂടുതൽ ആർജവം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. തീർച്ചയായും ഉണ്ടാകും. നമുക്ക് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ അതിനെ നേരിട്ടതൊരു ഭയങ്കര റിമാർക്കബിളായിട്ട് എല്ലാവരും അംഗീകരിച്ചു. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ഞാൻ ഈ പറഞ്ഞ കേരളത്തിൻ്റെ സൊസൈറ്റിയുടെയും പ്രത്യേകത. എല്ലാവരും ഈ കാര്യത്തിൽ ഇറങ്ങും. പ്രളയം, എല്ലാവരും ചെറുപ്പക്കാർ, ഒരു രാഷ്ട്രീയമില്ല, ഒരു സജീവ പ്രവർത്തനം ഇല്ലെന്ന് വിചാരിച്ച ടീനേജേഴ്സ് മുഴുവൻ രംഗത്തിറങ്ങി ഈ കാര്യങ്ങളെ സഹായിക്കാൻ. പരസ്പരം അമ്പലത്തിലും പള്ളിയിലും എല്ലാം ഈ ഫസ്റ്റ് ലൈൻ സെൻ്ററുകളായി, പിന്നെ പ്രളയത്തിനുള്ള ആളുകൾക്ക് കിടക്കാനുള്ള ഷെൽട്ടറായി. അങ്ങനെ ഒരു സൊസൈറ്റിയാണ് കേരളം. അതുകൊണ്ട് കേരളം ആ ഒരു നന്മ നിലനിർത്തി തന്നെ കൂടുതൽ മുന്നോട്ട് പോകും. അത് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിഘടിപ്പിക്കാതെ യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. അതുണ്ടാവും. വിദേശത്തു നിന്നുള്ള വ്യവസായികൾക്ക് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താ, ധാരാളം ആളുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇവിടുന്ന് പോയി ലോകത്ത് വളരെ പ്രഗത്ഭമായ തരത്തിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ലോകത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട പല ലോക കമ്പനികൾ പലതും കേരളത്തിനകത്തേക്ക് താല്പര്യപൂർവ്വം വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത തന്നെ ഓറക്കിൾ ആയാലും, സീമെൻസ് ആയാലും, നിസാൻ ആയാലും, ടൊയോട്ട, ഇവരുടെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുടെ ബാക്ക് ബോൺ, അതുപോലെ ഹെൽത്ത് സെക്ടറിലെ വലിയ കമ്പനികൾ, ഫിൻടെക്കുകൾ ഒക്കെ ധാരാളം വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷകൾ, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കൊക്കെ തന്നെയും കേരളം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ സാക്ഷിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി മിനിസ്റ്റർ, അത്രയധികം സമയം കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചും ഒക്കെ തന്നെ